ഹായ് ഓൾ, നമുക്കിന്നൊരു വളകാപ്പ് ചടങ്ങുണ്ട്. ഇനി ഈ ഡ്രസ്സ് 2 ആഴ്ച ഗ്യാപ്പെങ്കിലും ഇട്ടിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. നടക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ സൈസ് പെർഫെക്റ്റ് ആണ്, ട്രൂ ടു സൈസ് ആണ്. അതായത് ദേഹത്തിട്ട് തയ്ച്ച മാതിരി ഇരിക്കും. കൈക്കൊക്കെ അല്പം വണ്ണം കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ഡ്രസ്സ് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലോ തൊട്ടടുത്ത സൈസ് ചൂസ് ചെയ്യണം കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ അടുക്കളയിൽ പാല് കാച്ചാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് പരിപാടികളാണ്. ഫുഡൊക്കെ പുറത്തുനിന്നാണ്. നമ്മുടെ വിച്ചുവിന്റെ വൈഫ് രേവതിയുടേതാണ് വളകാപ്പ്. കൊച്ചുപപ്പ കേബിൾ ഓപ്പറേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ 2-3 വർഷമായിട്ട് വിച്ചു ആണ് കൊച്ചുപപ്പയുടെ അസിസ്റ്റന്റ്. അവനിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതായത് കുരിശുമൂട്ടില് ഇന്ന് ഉച്ചയൂണ് ഇവിടുന്ന് കഴിക്കുന്നത് നമ്മൾ മാത്രമല്ല എന്നർത്ഥം. എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ രേവതി. സേറമോളുടെ അപ്പൂപ്പനാണ് ഈ നിൽക്കുന്നത്. ഇത് പണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നായിരുന്നു. വിച്ചു ഒക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്നോട് അവൻ ചോദിക്കുവാ ഇന്ന് വീഡിയോ എടുക്കുന്നില്ലേന്ന്. സ്റ്റാൻഡ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സദ്യ കഴിക്കാനായിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാണ് വന്നേക്കുന്നത്. പിന്നെ ലില്ലിയംച്ചിയുടെ വക എനിക്കിവിടെ ഒരു ഹോം ടൂർ ഉണ്ടായിരുന്നു. ഇത് പണ്ട് ഇവരൊക്കെ കുടിവെള്ളം എടുക്കാൻ വരുന്ന വീടായിരുന്നു. നേരെ താഴത്ത് ആറ്റുകാലില് കായലിലായിരുന്നു കുളിയും പാത്രം കഴുകലും ഒക്കെ. ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി. പക്ഷെ ചോറ് വിളമ്പാനുള്ള പാത്രം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും വിച്ചുവും കൂടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് 2-3 പാത്രമൊക്കെ അങ്ങ് എടുത്തു. തിരിച്ചു ചെന്നപ്പോഴേക്ക് ആദ്യത്തെ പന്തി എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ടങ്ങ് മാറി നിന്നു. മാമൻ അതിന്റെ ഇടയിൽ കൂടെ പോയി ഫ്രെയിമിൽ പുകയിടാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളത് കണ്ടിട്ടാണ് ചിരിച്ചത്. ഇതാണ് നമ്മുടെ വിച്ചുവിന്റെ അച്ഛൻ. ചെറുപ്പത്തില് വെള്ളം എടുക്കാൻ ഇവിടെ വന്നിരുന്ന 3 കക്ഷികളാണ് ആ വട്ടത്തേലിരുന്ന് കഥ പറയുന്നത്. പിന്നെ നമ്മൾ അംഗം അങ്ങോട്ട് തുടങ്ങി. കിച്ചൺ അടുക്കി പറക്കലും തൂപ്പും തുടപ്പും ഒക്കെ ആയതുകൊണ്ട് നിലുവിനെ ഇന്നലെ തന്നെ അമ്മ അങ്ങ് വീട്ടിലോട്ടും കൊണ്ടുപോയിരുന്നു. കുക്കു സാറ് പുലിച്ചെറിയിലുമാണ്. ആലൻ ആണെങ്കിൽ സിസിജിയിൽ 2-3 ഫോറിനേഴ്സിനെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാൾ കൂടി മനസ്സറിഞ്ഞ് ഒരു സദ്യയുണ്ട്. 7 കൂട്ടം പലഹാരങ്ങൾ കയ്യിൽ തന്നും വിട്ടു. ഉച്ചയോർക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴേക്ക് കടപ്പുറത്ത് വൈകിട്ട് BBQ സെറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തതാ ചേച്ചി എന്നും പറഞ്ഞ് ഇവിടുത്തെ ചെക്കന്മാരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊടുത്ത് അവന്മാരെ പറഞ്ഞു വിട്ടു. നമ്മുടെ അടുത്ത പരിപാടി ആലന്റെ കസിൻ നമ്മുടെ ലിജോയുടെ ഇസിയോ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പുലിച്ചെറിയുന്ന മമ്മിയും ഡാഡിയും ചേച്ചിയും പിള്ളേരും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കിച്ചണൊക്കെ കണ്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് അവരാദ്യം അങ്ങോട്ട് പോയി പിള്ളേരുമായിട്ട് ഞാൻ റെഡിയാവാൻ കുറച്ചുകൂടി താമസം ഉണ്ടായിരുന്നു. അലനും സിസിജിന്ന് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീണ്ടും ഞാൻ ശുന്തിരിമണിയായി റെഡിയായിട്ട് അടുത്ത പരിപാടിക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബേബി. മണ്ഡപത്തിന്റെ അലങ്കാരമൊക്കെ ലിഡിയാണ് ചെയ്തത്, ലിജോയുടെ അനിയെത്തി. നിലുവിന്റെ ബർത്ത്ഡേക്കും കൂടെ കൊട്ടേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവൾക്ക് ജോലിക്കായിട്ട് ബാംഗ്ലൂരിൽ തിരിച്ചു പോകണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഡേവിഡ്സ് ഫാമിലിയിലെ എല്ലാവരെയും ഒരൊറ്റ ഫ്രെയിമിലാക്കി ഞങ്ങൾ ഫാമിലി ഫോട്ടോ അങ്ങ് എടുത്തു. ഞാനും അലനും എത്തിയപ്പോഴേക്ക് കേക്ക് കട്ടിങ് അങ്ങ് കഴിഞ്ഞിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഫുഡിങ് ഇനിയാണല്ലോ. വൈകിട്ടത്തെ ചായ ഉറക്കത്തിന്റെ ഇടയിൽ മിസ്സായതുകൊണ്ട് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നത് ഞാൻ 3-4 ട്രിപ്പ് അങ്ങ് കുടിച്ചു. സത്യം പറഞ്ഞ പാല് കാച്ചണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു കട്ടൻ പോലും വീട്ടിലിടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് വീട് അങ്ങനെ ഒതുങ്ങി കിടക്കുന്നതിന്റെ സന്തോഷമായിരുന്നു. എല്ലാം ഇങ്ങനെ സെറ്റായിരിക്കുവാണല്ലോ. ചെന്ന് പരിപാടി തുടങ്ങിയാൽ മതിയല്ലോ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.